കമ്പാരിറ്റീവ് നടത്തുന്നത് ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ്, വിഡ്ഢികളാണെന്നാണ് പറയണത്. താരതമ്യം ചെയ്യുന്ന ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളെ വെച്ച് താരതമ്യം ചെയ്യരുത്. 2 Corinthians 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ പെടാനോ, ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഇപ്പൊ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവര്. ഇപ്പൊ തുലനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറയത്തില്ലേ, ഞാനോ വലുത് നീയോ വലുത്. അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും, കാറുകൾ തമ്മിൽ തുലനം ചെയ്യും. നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാര്യം എന്താണ്? പരസ്പരം ജഡിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേര് കെട്ട വായി നോക്കികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വായി നോക്കികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് നോക്കണമല്ല. പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട്, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട്, അവിടെ കാർ ഏത് കമ്പനിയാണ് എന്നൊക്കെ നോക്കണം. അതായത് വായി നോട്ടം എന്ന് പറയണത്. ഇനി വായി നാറ്റമൊന്നും പ്രധാനമുണ്ട്. പല്ല് തേക്കാതെ നടക്കണ വായിക്കല്ല. എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായി നാറ്റം എന്ന് പറയണ. ഈ ഉടമ്പടി എടുത്തിട്ട് വായി നോട്ടവും വായി നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ. കാര്യം നിങ്ങൾ ജഡിക മനുഷ്യരാണെന്ന് ദൈവം പറയും. കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കെട്ടിയെടുത്ത് കരണ്ടായി പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയത് കൊണ്ടല്ലേ. അവർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥൻ മേടിച്ചെങ്കിൽ അവർ നിങ്ങൾ പോകത്തില്ല. അവർ 10 പുത്തം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും. വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി ഞങ്ങളെ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും. വല്ല കാര്യമുണ്ടാ? പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആ പേപ്പർ കൊണ്ടൊന്ന് ടിക്ക് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണ എന്താണ്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ, തുലനം ചെയ്യുമ്പോഴേ. അതാ റോമർ 8:18 എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരണത്. എന്തെങ്കിലും തുലനം ചെയ്യാനുണ്ടെങ്കിൽ വീട്, ജോലി, കാറ്, ആരോഗ്യം, സൗന്ദര്യം, ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും. ജഡാത്മാവിനെ, ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനൻ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും, അതായത് ലോകത്തിനും ഈ ലോകാരൂപി മൂക്കനാണ് ദുഷ്ടാരൂപി എന്ന് പറയണത്. നിനക്കറിയാലോ, ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി നമ്മളിലേക്ക് വരത്തില്ല. കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനം, കുംഭസ്ഥാനം, കുർബാനും, കൂദാശ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല. പക്ഷേ ദുഷ്ടാരൂപി അവിടെ തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത്. എന്താ വെച്ചാൽ ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടും. അവനെ പോസ്റ്റ് ഇടുന്നത് എന്താണ്? ലോകാരൂപിയെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഇന്ന കോളേജിൽ പഠിച്ചു, എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണം അവൾക്ക് വന്നതാണ്, ആ കല്യാണം ഒന്നും എടുത്തില്ല, എന്നിട്ട് അമേരിക്കൻ PR ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ. അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ, വാട്സപ്പിലുമൊക്കെ അവർ രണ്ടും കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും, ദൈവമേ. ചില പറയും, അതിന് അവൾ പറയും,
എടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം എടി. അയ്യോ ആണ്, അവിടെയാണ് പ്രസവിക്കേണ്ടത്. ഇത്രയും നാൾ ഇവിടെ പ്രസവിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം കൂട്ടുകാരത്തിൽ പറഞ്ഞാൽ അവിടെ പോയി പ്രസവിക്കണം. അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അവിടെ വന്ന് പ്രസവിച്ചാൽ ഇവിടുത്തെ പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും. ദൈവമേ, നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോകല്ലേ ഇവിടെ പ്രസവിച്ചാൽ. അപ്പം പിന്നെ ഐഡിയ മാറി. ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോവില്ല. കാര്യം ഇപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുക. പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്ത് വരുവേ. അതല്ല പ്രശ്നം. ഇവിടുത്തെ ബന്ധുക്കാർ കാണാൻ പറ്റത്തില്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് നമ്മളെടുത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും. മുറി ബുക്ക് ചെയ്ത് എന്താ കാര്യം? എന്താ, ബന്ധുക്കൾക്ക് വരണ്ടേ, കൊച്ചിനെ കാണണ്ടേ, അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി. അപ്പം നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെല്ലാവരും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും. അതില്ല, അവരടിച്ച് മാറ്റി കഴുത്തേക്ക് ആശാകത്തല്ലേ. ഒരു ദിവസം 16 രൂപയൊക്കെ 4000, 3000, 5 രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു അഭ്യാസമുണ്ട്. ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ, കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും. നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല. ഇതാണ് ലോകാരൂപി എന്ന് പറയുന്നത്. ഈ ലോകാരൂപിയായിട്ടാണ് ആദ്യം വരണത്. ഇവൻ തലേ തുണിയിട്ടുണ്ട്, പാത്ത് കുടയും പിടിച്ചൊക്കെ വരും. അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണിയും മാറ്റി നമ്മൾ മാതാവ് പിശാചാണല്ലോ ഇരിക്കണതെന്ന് അപ്പോഴും നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പം വരുമ്പോൾ അറിയത്തില്ല, ലോകാരൂപിയായിട്ടേ വരത്തുള്ളൂ. പക്ഷെ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദുഷ്ടാരൂപയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകും. അവിടെ പ്രശ്നം. അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ അതിൻ്റെ പെൻഷൻ കിട്ടാതിരുന്ന ഭാഗം. ഇപ്പം പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിറഞ്ഞിരുന്നു. അപ്പം തള്ളക്ക് പെൻഷൻ കിട്ടില്ലെങ്കിൽ അമ്മയും മകനുമൊക്കെ സന്തോഷമാണ്. ഒരു സന്തോഷ വാർത്ത എന്താണ്? അമ്മയുടെ പെൻഷൻ കിട്ടിയില്ലെന്ന്. അതല്ലേ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെമ്മക്കൾ മേടിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ പെമ്മക്കളുടെ അമ്മയുടെ 10 ക്ലാസ് ഞാൻ കാണണം. തള്ളക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതേ സമയം ഞാൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെറ്റിക്കാര്യമല്ലേ. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവും. പക്ഷെ എന്നാലും മരുമകൾ നാട്ടിൽ കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല. അവളുടെ അമ്മയുടെ കൂടി 10 ക്ലാസ് ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം. കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ്. ഇതിനാണ് ദുഷ്ടാരൂപി എന്ന് പറയുന്നത്. പിടികിട്ടിയ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ല? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ മതിയെനിക്ക് നാഥാ, നീ മതിയെനിക്ക് നിൻ കൃപ മതിയെനിക്ക് ഈ ഒരു യാത്രയതി തിരുകൃപ മതിയെനിക്ക് ഈ ഒരു യാത്രയതി തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൽഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ IELTS തോറ്റു. ഇവർ അത് കഴിഞ്ഞ് ആരോ പറഞ്ഞു OIT പോകാൻ. OIT നേഴ്സുമാർ പോണതാണ്, ഡോക്ടർമാർ പോണതല്ല ശരിക്കും പറഞ്ഞു. അപ്പം അവരവിടെ കുറഞ്ഞാലും ശരി, ഇത് കിട്ടിയാവുന്ന പോകാമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പോയെങ്കിലും അതിനും തോറ്റു. ഒരു MBBSകാർ OIT നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും, എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. തോറ്റു. പക്ഷെ ആളിനൊരു ഗുണമുണ്ട്. എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവൾ തോക്കത്തില്ല. അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജോമാല ചെല്ലും. തോറ്റ ദിവസമായാലും ശരി സന്തോഷത്തോടെ ജപമാല ചെല്ലും. തോറ്റാലും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ചില ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്.
ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് ഇതെല്ലാം തോൽവിയായിട്ട് വരണത്. പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിത്തൂങ്ങിയെന്ന് വരും. ക്രിസ്തു കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല. അവിടെ ഇത് ചച്ച ഞാൻ തോറ്റു കേട്ടാ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ത് ചെയ്യുമെന്ന് അമ്മക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കൊന്തയില്ലും അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചു. ഞാൻ പറഞ്ഞ് ചച്ച ഞാൻ കയറി വരട്ടെ എവിടെ UK നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ. ഞാനവിടെ ഇവിടെ പോയിട്ട് IELTS കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് ടെസ്റ്റ് ഫ്ലാപ്പ് എഴുതാൻ പോയി. അവിടെ പോയി എഴുതി, UK പോയി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും, അതായത് 90 മാർക്കും കഷ്ടനറ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്, ബാക്കിയാണ് കുറച്ച് അംബിഗസ് ഉള്ളത്. അപ്പോൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റ്. ഒന്ന് ചിന്തിച്ച് നോക്കിയ ഒരാളുടെ അനുഭവം. അതാണ് ആൾഡിൻ പറയണത്, നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ്, എനിക്കിതൊരു ജീവിതമാണെന്ന്. അതാണ് കാരണം. ഫ്ലാപ്പ് തോറ്റു. ഇപ്പം ഞാനിവിടെ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഫ്ലാപ്പിന് ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരെന്ന് വെച്ചാൽ ഇവർ ഫോണിലൂടെ കരയും. അമ്മയെടുത്ത് ഫോണെടുത്തിട്ട് സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മകളെ ജനിച്ച കാലം മുതൽ നിന്ന് വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന്, നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല. അതാണ് അവളെ കരയണ ആളല്ല ശരിക്കും പറഞ്ഞാൽ, ഗഡ്സുള്ള ആളാണ്. അമ്മ പറയും ജനിച്ച കാലം മുതൽ ഇന്ന് വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല, നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന്. കാര്യം ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും. അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവരിലുള്ള കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല. ഇവൾ തിരിച്ച് UK ഇന്ത്യയിൽ വരും, മദ്രാസിൽ വരും. മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിൽ എന്റെ കൈ പിടിച്ചു ജീവിതം ജീവനേ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ക്രിസ്തുജന്യമായ ക്ലേശങ്ങള് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുഴുക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ കുരിശ് കയറേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയുന്നത്. ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളുടെ അന്തരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിസ്ഡം ഉണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് ആ ജ്ഞാനമെന്ന് പറയണത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അറിവാണ്, എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം. മനസ്സിലായില്ലേ? അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. സംഭവിക്കണ എന്താണെന്നറിയാം, അത് അറിവാണ്. അറിവ് കൂടിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ സംഭവിക്കണത് എന്തിനാണെന്നറിയണം, അതിന് പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവത്തിന് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഇവളിലുള്ളത്. അതുകൊണ്ടാണ് ഇവൾ പതറാത്തത്. അവൾ കരഞ്ഞു എന്നുള്ള കാര്യം അവളുടെ അമ്മയടുത്ത് കരഞ്ഞത് നിസ്സാര കാര്യമാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ വരാറത് കരഞ്ഞില്ല, അവളുടെ അമ്മയടുത്ത് കരഞ്ഞു, അത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്നാലും
തൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരുന്നില്ല. അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോരും. നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും. ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല. ഇവിടെ ആളിരിപ്പുണ്ടല്ലോ, പറയാമല്ലോ, പറയത്തില്ല. കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി എപ്പോഴും എന്ത് ചെയ്യും? മിണ്ടത്തില്ലല്ലോ, സംസാരിക്കത്തില്ല. അപ്പോൾ ഇവിടെ മിണ്ടാതെ പോയിട്ട് കൃപാസനം പത്രം തമിഴ് പത്രം മേടിച്ച് കൊണ്ടുപോയി ആ മദ്രാസിൽ എല്ലായിടത്തും കൊടുത്ത് ചേന്നേരെ കൊടുത്ത് വയ്ക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ഇവരുടെ കടുത്തേക്ക് കയറി. നിങ്ങൾക്ക് നാണമുണ്ടാ? ഈ പദ്ധതി മതം മാറ്റമാണ്, ആന കൂന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കടുത്തേക്ക് അറിയാൻ. അപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം. അവരോട് ഫൈറ്റാണ്, പത്രം കൊടുക്കാൻ വന്ന ആളാണ്. അവരുടെ ഫൈറ്റ്, എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ നിങ്ങൾക്കൊരു പത്രം തരികയാണ്. 10,000 വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ്. നിങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാകുമ്പോൾ അവർ വാങ്ങിക്കും. അപ്പോൾ നോക്കിയേ, അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞ് നിലയം വിളിച്ച് അപ്പം തന്നെ ഓടി വന്ന് വീട്ടിൽ കുത്തിരിക്കുകയല്ല. അതാണ് സംഭവം. ആ വഴക്കിട്ടേ എന്ന് പറഞ്ഞു, അയ്യോ അവരങ്ങനെ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് നിലയം വിളിച്ച് വിടും. എൻ്റെ അമ്മ ഇന്ന് പത്രം കൊണ്ട് ഇന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയും. വല്ല കഥയുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. തമ്പുരാൻ തന്ന പണിയാണെന്ന് ഓർക്കാനുള്ള ബോധം പരിശുദ്ധാത്മ വേണ്ടേ? പരിശുദ്ധാത്മ കൊണ്ടേ പറയാം, മകളെ ഇത് ഈശോ നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇന്നത് ഈ പരീക്ഷ നീ തോക്കരുത്, മറ്റേ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കുക, ഇത് തോറ്റു കഴിഞ്ഞാൽ പണിയായിരിക്കും എന്ന് പറയും. ഇവൾ തോക്കത്തില്ല. അവൾക്ക് പരിശുദ്ധാത്മ ഉള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല. പരിശുദ്ധ തോക്കത്തില്ല. അവർ പറയും, അവരെ ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അവർ ജപജപൊക്കെ അടിക്കും. ഉടനെ ഇവർ പത്രം മേടിക്കും. എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും. രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആശ്വാസത്തിനാത്മാവേ വരണമേ, വിശ്വാസത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് ആൻഡോജി എന്നാണ്. കുമ്പളങ്ങിയിൽ നിന്ന് സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഞാനും വൈഫും കൂടിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് വൈഫിന് ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഞാനും വൈഫും കൂടി വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ വെറുതെ കാഷ്വലായിട്ടാണ് ഉടമ്പടി അപ്രോച്ച് ചെയ്തത്. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ഉടമ്പടി ചെല്ലുള്ളായിരുന്നു. വൈഫ് കൃത്യമായിട്ട് ചെല്ലും, വൈഫ് പള്ളിയിൽ പോകും. ഞാൻ വല്ലപ്പോഴൊക്കെ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. പക്ഷേ വല്ലപ്പോഴൊക്കെ ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എൻ്റെ പഴയ പോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മുന്നോട്ട് പോയി. ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല ഉടമ്പടി അപ്രോച്ച് ചെയ്തത്. പക്ഷേ വൈഫ് കൃത്യമായിട്ട് അത് ചെല്ലുന്നതുകൊണ്ട് വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. വൈഫ് ഏപ്രിൽ മാസം 2022 ഏപ്രിൽ മാസം 28-ാം തീയതി വൈഫ് ന്യൂസിലാൻഡിലേക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഏപ്രിൽ മാസം തന്നെ 24-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കുകയും, പക്ഷെ അപ്പോഴും എൻ്റെ അപ്രോച്ച് സെയിം തന്നെ, അതായത് കാഷ്വലായിട്ട് തന്നെയാണ് ഞാൻ ഉടമ്പടി അപ്രോച്ച് ചെയ്തത്. പക്ഷേ വൈഫ് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചൻ മരിക്കുകയും
വീട്ടിൽ കുറച്ച് അതിനുശേഷം വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ മീൻസ് ബുദ്ധിമുട്ടല്ല ഒരു കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരികയും അപ്പോഴും ഞാൻ അത്ര കാഷ്വലായിട്ട് തന്നെയാണ് ഉടമ്പടി നേരിട്ടത്. അന്ന് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്തു, ഉടമ്പടി ഒന്ന് സീരിയസ് ആയിട്ട് ചെല്ലാം അമ്മച്ചി, ഞാൻ മദ്യപാനമൊക്കെ നിർത്താമെന്ന് പറയുമെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഉടമ്പടിയെ പറ്റി പിന്നെയും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. അന്ന് തൊട്ട് രാവിലെ തൊട്ട് ഞാൻ പള്ളിയിൽ പോവുകയും അന്ന് തൊട്ട് എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ഉടമ്പടിയെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ മദ്യപാനം നിർത്തി. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്ന ആളാണ്, പക്ഷേ അതും എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷേ അതും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഞാനത് എന്ന് ഞാൻ ഉടമ്പടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ മദ്യപാനം നിർത്തി. പക്ഷേ ഞാൻ ഉടമ്പടി സീരിയസ് ആയിട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൃപാസനത്തിന് ഞാൻ മേടിച്ച 2 കെട്ട് പത്രം ഉണ്ടായിരുന്നു, ഒന്ന് വൈഫിൻ്റെ പേരിലും എൻ്റെ പേരിലും. അത് ഞാൻ അവിടെ ഇരിക്കുന്ന എൻ്റെ മേശപ്പുറത്ത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്കത് കൊടുത്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നാണമായിരുന്നു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമോ എന്താകുമെന്ന് പോലും എനിക്കറിയാം. മീൻസ് അവർ തന്നെ കളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, ഒരു കെട്ട് കൊണ്ട് പള്ളിയിൽ കൊണ്ട് വെച്ചു. ഒരു കെട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ കൊടുത്തങ്ങനെ തീർത്തു. പക്ഷേ ഒരു ദിവസം ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആ കാര്യം കൃത്യമായിട്ട് പറയുകയും ആരോ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് പത്രം വെക്കുകയും ഒരു ചേർത്തി വന്ന് ആ പത്രം എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അതെനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അപ്പോഴത്തേനുമാണ് എൻ്റെ മെഡിക്കൽ എടുക്കാനുള്ള ഡേറ്റ് വന്നത്. ന്യൂസിലൻഡിലേക്ക് പോകുന്നുള്ള എനിക്ക് മെഡിക്കൽ എടുക്കാനുള്ള ഡേറ്റ് വന്നത്. അത് വന്നത് ജൂലൈ 26-ാം തീയതി ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ജൂലൈ 22-ാം തീയതി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുകയും അന്ന് തന്നെ ഇവിടെ നിന്ന് ഒരു കെട്ട് പത്രം മേടിച്ച് അന്ന് 2 ദിവസത്തിനുള്ളിൽ ആ പത്രം ഫുള്ള് കൊടുത്ത് തീർക്കുകയും ചെയ്തു. അതിനുശേഷം 26-ാം തീയതി തന്നെ മെഡിക്കലിന് പോയപ്പോഴത്തേക്കും മെഡിക്കൽ കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പറഞ്ഞു മെഡിക്കലിൽ എന്ത് ഇഷ്യൂ ഉണ്ട്, അത് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. ഞാനന്ന് ട്രിവാൻഡ്രത്ത് എനിക്കൊന്ന് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. എൻ്റെ വൈഫ് ഹൗസ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും അവിടെ തന്നെ സ്റ്റേ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മെഡിക്കലെടുത്തു. ആ മെഡിക്കലെടുത്ത് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കൗണ്ട് പോസിറ്റീവ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് DNA ചെക്ക് ചെയ്യണം. DNA ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ മെഡിക്കൽ സബ്മിറ്റ് ചെയ്യുള്ളൂ, അത് നെഗറ്റീവ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ആകെ ടെൻഷനായപ്പോഴത്തേക്കും ശനിയാഴ്ചയാണ് കിംസിൽ നിന്ന് വിളിച്ച് പറയുന്നത്, മൺഡേ ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ പറയുകയും ചെയ്തു. അപ്പം ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും പോകുന്ന വഴി, അതായത് മൺഡേ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴി കൃപാസനത്തിൽ വന്ന് 2 കെട്ട് പത്രം മേടിക്കുകയും അത് RCCയിൽ കൊണ്ട് ഈ 2 കെട്ട് പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുകയും അതിന് ശേഷമാണ് ഞാൻ മെഡിക്കലിന് പോയത്. ആ മെഡിക്കലിന് പോയി മെഡിക്കൽ എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു എന്നത്തേക്കാണ് സബ്മിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യും, അത് അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ 10 ദിവസം കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞു, 14 ദിവസം വിളിച്ചപ്പോഴും അവർ റിസൾട്ടായിട്ടില്ല. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു റിസൾട്ടായിട്ടുണ്ട്, എന്താണ് റിസൾട്ട് എന്നറിയില്ല, ഡോക്ടർ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റിസൾട്ട് ഏകദേശം 21 ദിവസം കിംസിൽ ഹോൾഡ് ആകുകയും ഞാൻ 20-ാമത്തെ ദിവസം ഇവിടെ വൈകിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ നാളത്തേക്കുള്ളിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തന്നെ, കാരണം എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യ. ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇപ്പോൾ ചെല്ലുന്നുണ്ടല്ലോ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് വന്ന് പോയത്. എന്തോ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ മെഡിക്കൽ അവർ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താണെന്നും അറിയില്ല, കാരണം അതിൻ്റെ റിസൾട്ട് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ ഓഫീസറിനെ വിളിച്ച് ചോദിച്ചു എന്തായി ഞങ്ങളുടെ വിസയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് അവിടെ തന്നെ ന്യൂസിലാൻഡിലുള്ള തന്നെ ഒരു ലീഗൽ ഓഫീസറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുവരെ കേസ് ഓഫീസറിനെ അലോട്ട് ചെയ്തിട്ടില്ല, ഇതിന് മുമ്പ് കേസ് ഓഫീസറിനെ അലോട്ട് ചെയ്തവർക്ക് പോലും ഇതുവരെ വിസ ഇഷ്യൂ ആയിട്ടില്ല, എന്തായാലും നിങ്ങളുടെ വിസ ഒരു 5 മാസം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തിങ്കളാഴ്ച തന്നെ ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര
എനിക്കും വൈഫിനൊക്കെ ഭയങ്കര വിഷമമായി. ആകെ 5 മാസം കൂടി ഇനി വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ സെയിം ഡയലോഗ് തന്നെ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവേ ഇനി ഇങ്ങനെ ഞങ്ങൾ പരീക്ഷിക്കല്ലേ, കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്തല്ലോ, നാളെ ഇപ്പം പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു, കുടുംബ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ മാതാവ് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ചൊവ്വാഴ്ച പോകും, ബുധനാഴ്ച വൈകിട്ട് മാതാവ് വേറെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ശരിയാക്കി തന്നിട്ട് വേണം പോകാനെന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. എന്തോ ദൈവഭാഗ്യം എന്ന് പറഞ്ഞിട്ട് മാതാവ് ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹിച്ച പോലെയാണ്. പിറ്റേ ദിവസം രാവിലെ 5:30 ഇപ്പോൾ വൈഫ് വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ വിസ വന്നെന്ന്, എൻ്റെയും കുട്ടികളുടെയും വിസ റെഡിയായെന്ന് പറഞ്ഞു. കാരണം ഇതുവരെ കേസ് ഓഫീസിന് അലോട്ട് ചെയ്തിട്ടില്ല, ആരാണ് ഇടപെട്ടതെന്നറിയില്ല. കാരണം ഇതിനു മുമ്പ് 1 മാസം മുമ്പ് കേസ് ഓഫീസിന് അലോട്ട് ചെയ്ത അവിടെ പോലും വിസ വന്നിട്ടില്ല. പക്ഷേ എന്തോ ദൈവഭാഗ്യം പോലും ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ആ വിസ ലഭിക്കുകയും ചെയ്തു. പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.